നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് രാവിലത്തെ ജോലികളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ക്ലീനിങ് ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ വിളക്ക് തേച്ച് കഴുകൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ പാചകത്തിനായിട്ട് കയറിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ തോരനും മെഴുക്കുവരട്ടിയാണ് വെച്ചത്. പയർ തോരനാണ്, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വെണ്ടയ്ക്കയും പച്ചമുളകും മാത്രം ഇട്ട് ഒന്ന് ആവി കയറാൻ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് സവാള, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി, ഇത്രയും പൊടികൾ വളരെ കുറച്ചായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ഇട്ടു. അപ്പോഴത്തേക്കും തോരനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അടിക്ക് പിടിക്കുമെന്നൊരു സംശയം വന്നപ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെണ്ടയ്ക്കയൊന്ന് നന്നായിട്ട് പുരട്ടി വെച്ചത്. ഇത് പിന്നെ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കൂടെ ഇട്ട് ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ടിട്ട് വേകാൻ വെച്ചു. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേകാൻ വെച്ച് കേട്ടോ. പിന്നെ തോരൻ അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ അത് മാറ്റി പിന്നെ മാമ്പഴ പുളിശ്ശേരിക്കുള്ളതാണ് മാങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വിധു എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ വിനോദനും അച്ഛനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുറേ മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടു. അപ്പോൾ അതിനകത്ത് പച്ചമുളകും പിന്നെ കുറച്ച് നെയ്യും ഇട്ട്, ഊർമിള ഉണ്ണി പറയുന്ന ആ കംപ്ലീറ്റ് റെസിപ്പിയല്ല, പക്ഷെ ഞാൻ കുറച്ച് അഡീഷണൽ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്, പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മെഴുക്കുവരട്ടിയും തോരനും കഴിഞ്ഞായിരുന്നു, വെന്ത് കഴിഞ്ഞു. പിന്നെ രാവിലത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തട്ടിലെല്ലാം ഞാൻ എണ്ണ തേച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഓർത്തത് ശർക്കര ഇടാൻ മറന്നുപോയത്. അപ്പോൾ ശർക്കര പാനിയാണ് സാധാരണ ഇടുന്നത്. ഞാനപ്പം തിറുതയ്ക്ക് ശർക്കരയുടെ പൊടി ഉണ്ടായിരുന്നു, അതങ്ങ് ഇട്ട് കേട്ടോ. പിന്നെ ഇടിയപ്പം എല്ലാം ഒന്ന് പിഴിഞ്ഞിടും. അപ്പോൾ ഇടിയപ്പം പിഴിയുന്നതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ നാഴിയിൽ ഞാൻ എണ്ണ പുരട്ടും കേട്ടോ. അപ്പം നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ ഇടിയപ്പവും വേകാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചു. അപ്പോൾ സൈഡിൽ മാങ്ങയും നന്നായിട്ട് വേകുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞപ്പം അതും ഒന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കറിക്ക്, അതായത് രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ട് കിഴങ്ങറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് വഴറ്റാനിട്ടത് കേട്ടോ. എന്നിട്ട് തേങ്ങാപ്പാൽ, ഇത് ആദ്യം ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ രണ്ടാം പാൽ പിഴിഞ്ഞ് നേരെ കുക്കറിലോട്ട് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. വേറൊരു പാത്രത്തിലോട്ടൊന്നും മാറ്റിയില്ല. ആവുന്നതും ജോലി എളുപ്പമാക്കാൻ നമ്മൾ ഒറ്റ പാത്രത്തിൽ എല്ലാ പണിയും ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു. ഇത് ഒന്ന് വേകാനായിട്ട് വെക്കണം. അപ്പോൾ ഇടിയപ്പം ആയതിന് ശേഷം വേണം എനിക്ക് ആ അടുപ്പിലേക്ക് ആ കറിയാക്കി വെക്കാൻ. അപ്പോൾ ഇടിയപ്പം വെന്തു, അങ്ങോട്ടേക്ക് കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ചായക്ക് പാലടുപ്പത്ത് വെച്ചു. പിന്നെ കിഴങ്ങ് അതിലേക്കൂടെ കുറച്ച് കിഴങ്ങിനുള്ള സവാളയാണ്. അപ്പോൾ അതിനകത്ത് ഒരു 1/4 സ്പൂൺ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നേരെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു. കറിയിലെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് ഉടച്ച് കേട്ടോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നാം പാലും കൂടെ ഒഴിച്ച് നിർത്തി. അപ്പോൾ കിഴങ്ങൊക്കെ ഇവിടെ പച്ചക്കറികളൊന്നും കഴിക്കത്തില്ല, കിഴങ്ങ് പിന്നെയും കഴിക്കും, എന്നാലും അതിന് മടിയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഉടച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിളികൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ വിനോട്ടം കഴിക്കാൻ വന്നു. അപ്പോൾ വിനോട്ടനുള്ളതും എടുത്തു കൊടുത്തു കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ കറിക്കുള്ളത് തേങ്ങയൊക്കെ അരച്ചെടുത്തത് കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട്, അത് കാരണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിനകത്ത് മഴയുടെ ഒരു അരപ്പ് കേൾക്കും കിട്ടുക. തേങ്ങയ്ക്കകത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അത് അരച്ച് ചേർത്തതിന് ശേഷം പിന്നെ തൈരും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി വെച്ച് പിന്നെ അതിനെ താളിക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് എടുത്തത്. അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പിന്നെ ഉണക്കമുളകും കൂടെ ഇട്ട് കറിവേപ്പിലയിട്ട് ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് താളിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട്. മീൻ വറുക്കാൻ ഇട്ടിരിക്കുന്നതിൻ്റെ താഴെ ഞാൻ കറിവേപ്പിൻ്റെ തണ്ടാണ് നിറച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നലെ എനിക്ക് വന്ന കുറച്ച് അഗ്ലോണിമ തൈകളാണ് കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് പാക്ക് ചെയ്താണ് തന്നിരുന്നത്. ഓർഡർ കൊടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് കിട്ടി. വൈകുന്നേരമാണ് ഓർഡർ കൊടുത്തത്, എന്നിട്ട് പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി കേട്ടോ. ഇത്രയും നന്നായിട്ടാണ് തന്നെ. 10 വെറൈറ്റി അഗ്ലോണിമയാണ് വരുത്തിയത്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ടൈപ്പിലാണ് എല്ലാം ഞാൻ വരുത്തിയത് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് നട്ട് വെക്കുക എന്നുള്ളതാണ്. ഇന്നലെ വന്നു, ഇന്നിനിപ്പോൾ അത് നട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നട്ടു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തതുപോലെ തന്നെ കോക്കോപ്പിറ്റാണ് കൂടുതലിട്ടത്. പിന്നെ പെർലൈറ്റും
വെർമിക്കുലേറ്റും ഇട്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ചാണകവും പിന്നെ പോട്ടിംഗ് മിക്സും കൂടെ ഇട്ട് കേട്ടോ. കാരണം ഇതെല്ലാത്തിനും കൂടെ തികയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. വിനോട്ടൻ പോട്ട് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കുറച്ച് വലുതാണ് മേടിച്ചുകൊണ്ട് വന്നതേ, അതാ കിട്ടിയത്. അത് കാരണം കുറച്ച് വലുതാണ് മേടിച്ചിട്ട് വന്നത്. ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനും മേലല്ലോ, ഒക്കെ ചീത്തയായിപ്പോയി, എന്നെ എടുക്കും. അപ്പോൾ അത് കാരണം കിട്ടിയ പോട്ട് മേടിച്ചിട്ട് വന്ന്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ അടിയിൽ കരിയില ഇടണം, അതിന് കുഞ്ഞമ്മയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അവിടുന്ന് കരിയില കിട്ടി. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞാൻ എല്ലാ പോട്ടിൻ്റെയും താഴെയിൽ ഇത് തന്നെ കരിയില തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. വേറെ ഒന്നും അടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കരിയില നിറച്ച് കരിയില ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോട്ടിലും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ മിക്സ് ഇട്ട് അതിനകത്ത് അഗ്ലോണിമ നട്ട് വെച്ചത്. ഇത്രയാണ് നട്ട് വെച്ചത് കേട്ടോ. 10 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ 11ാമത്തെ ഒരെണ്ണത്തിനെ കൂടെ കിട്ടി കേട്ടോ. ഒരെണ്ണത്തിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ 11 എണ്ണം ഉണ്ട്. പിന്നെ ഇത് എനിക്ക് ഇവിടെ അടുത്തൊരു വീട്ടിലെ ഒരു ചേട്ടൻ കൊണ്ടു തന്നെയാണ്. കുറേ ചെടികൾ കൊണ്ടു തന്നെ കേട്ടോ. കുറേ അഗ്ലോണിമയുണ്ട്, പിന്നെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. ചിലതൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. എന്നാലും പുള്ളിയുടെ വീട്ടിലുള്ള മിക്കതും ഇഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഓരോ കഷ്ണം വെച്ച് എന്തോ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ വിനോദിന് കൊടുത്തു വിട്ടു നഴ്സറിയിലേക്ക്. ഇത് എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇത് ഞാൻ നഴ്സറിയിലേക്ക് കൊടുത്തു വിട്ട്. പിന്നെ അഗ്ലോണിമയാണ് കൂടുതലും ഞാനിവിടെ എടുത്ത് വെച്ചത് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്ത ടൈപ്പിൽ കുറേ അഗ്ലോണിമ പുള്ളിയും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇന്ന് ഞാൻ നട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള പോട്ടൊന്നും ഇല്ല. അത് കാരണം ഞാൻ അതിനെ എല്ലാം എടുത്ത് മാറ്റി വെച്ചു. കാരണം വിനോട്ടം കണ്ടില്ലായിരുന്നേ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പോട്ട് മേടിക്കാൻ പോയപ്പോൾ അതിനും കൂടി ഉള്ളത് മേടിച്ചുകൊണ്ട് വന്നേനെ. പക്ഷേ അതില്ല, കാണാഞ്ഞത് കാരണം അതിനുള്ളതൊന്നും മേടിച്ചില്ല. അപ്പം പിന്നെ അതുമല്ല, എൻ്റെ കയ്യിൽ കൊക്കോപ്പിറ്റ് എല്ലാം തീർന്നു. ഇനി പുതിയത് അതും മേടിക്കണം. പെർലൈറ്റ് തീർന്നു. അപ്പോൾ എല്ലാം മേടിച്ചതിന് ശേഷം അത് ഇനി ഉടനെ തന്നെ അതും കൂടെ നട്ടു വെക്കണം, അല്ലെങ്കിൽ അത് പോകും വെറുതെ. ഇപ്പം പുള്ളി ഇതിന് മുന്നേ എനിക്ക് ഫേണൊക്കെ പുള്ളിയാണ് തന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് കൊണ്ടുവന്ന് ഫേണും തന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അതും എല്ലാം നട്ട് വെക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് തൂത്തെടുത്തു. ഇന്ന് വലിയ മഴയൊന്നും ഇല്ല, ഇതിപ്പോൾ സന്ധ്യയ്ക്കാണ് മഴ പെയ്തത്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ എല്ലാം ഒന്ന് തൂത്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഈ അഗ്ലോണിമ എല്ലാം അന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. കാരണം വെറുതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് വെളിയിലോട്ട് വെച്ചിരുന്നാലും പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എല്ലാത്തിനും വെള്ളത്തിലിട്ടിട്ട് അകത്തോട്ടെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്